നമസ്കാരം. ധനകാര്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിനെ കുറിച്ചാണ്. 2005 ഉജ്ജീവൻ ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനിയായിരുന്നു, എന്ന നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായിരുന്നു. 2017 RBIയുടെ അനുമതിയോടെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി നേടി. അങ്ങനെ 2017 ഫെബ്രുവരി 1 സ്മോൾ ഫിനാൻസ് ബാങ്കായി രൂപപ്പെട്ടു. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കർണാടകയിലെ ബാംഗ്ലൂരാണ്. 26 സംസ്ഥാനങ്ങളിലായി 750-ലധികം ബ്രാഞ്ചുകളുണ്ട്. 95,000-ഓളം ഉപഭോക്താക്കൾ ഉണ്ട്. ഈ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസിൽ 16,000-ലധികം എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസിലോട്ട് പോകാവുന്നതാണ്. അതിലാദ്യമായിട്ട് നോക്കേണ്ടത് ഫിനാൻഷ്യൽ പെർഫോമൻസ്, അതായത് സാമ്പത്തിക പ്രകടനം എങ്ങനെയെന്ന് നോക്കാവുന്നതാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ റവന്യൂ ഏകദേശം 5,636 കോടി രൂപയായിരുന്നു. ഏകദേശം 5,636 കോടി രൂപയായിരുന്നു റവന്യൂ 2023-24 സാമ്പത്തിക വർഷത്തിൽ. അതായത് സ്ഥിരതയുള്ള വളർച്ചയാണ്. അതിന് മുന്നേ ഉള്ള വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്ഥിരതയുള്ള വളർച്ചയാണ് കാണിക്കുന്നത്. നികുതിക്ക് ശേഷമുള്ള ലാഭം 1,281.5 കോടിയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 16.5% ഉയർച്ചയാണ് കാണിക്കുന്നത്. 2024-25 നാലാം പാദ ഫലങ്ങളിൽ ലാഭം 75% താഴെ. കാരണം കൂടുതൽ വായ്പാ നഷ്ടവും ചിലവുകളുമാണ്. വായ്പാ നഷ്ടവും അതുമായി ബന്ധപ്പെട്ട ചിലവുകളുമാണ്. ഇനി പ്രധാന സാമ്പത്തിക അനുപാതങ്ങൾ, കീ റേഷ്യോസ് എന്തെന്ന് നോക്കാവുന്നതാണ്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 9%. വിപണിയിലെ ശരാശരിയേക്കാൾ മികച്ചതാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ. ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് 2025 മാർച്ച് അനുസരിച്ച് 2.18%. സാധാരണമെങ്കിലും നിയന്ത്രണത്തിലുള്ളതാണ് ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് 0.28%. ഇത് കുറവാണ്. ഇത് റിക്കവറിയിലെ, ഇത് നോൺ പെർഫോമിംഗ് അസറ്റിലെ കിട്ടാക്കടത്തിലെ റിക്കവറിയാണ് കാണിക്കുന്നത്. റിട്ടേൺസ് ഓൺ അസറ്റിൽ നിന്നുള്ള റിട്ടേൺസ് 2.2% ശക്തമാണ് മറ്റ് സ്മോൾ ഫിനാൻസ് ബാങ്കുകളേക്കാൾ. റിട്ടേൺസ് ഓൺ ഇക്വിറ്റിയിൽ നിന്നുള്ള റിട്ടേൺസ് 20% ആകർഷണമാണ് മറ്റു സ്മോൾ ഫിനാൻസ് ബാങ്കുകളേക്കാൾ. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 24.69. ഇത് നല്ല മൂലധന സുരക്ഷിതത്വത്തെ കാണിക്കുന്നു. ഇനി മാനേജ്മെൻറ്റും അതിൻ്റെ സ്ട്രാറ്റജികളും എന്ത് നോക്കാവുന്നതാണ്. 2025 ഫെബ്രുവരിയിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സൽ ബാങ്കിങ് സർവീസ് ആകാനായിട്ടൊരു ആപ്ലിക്കേഷൻ RBIക്ക് കൊടുത്തിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് മേഖലയിലും സുരക്ഷിത വായ്പകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള ഒരു തീരുമാനമുണ്ട്. ഗ്രാമീണ മേഖലയിൽ കൂടുതൽ ശക്തമായ സ്വാധീനം ചെലുത്താനുള്ള നടപടികളും ശ്രമിക്കുന്നുണ്ട്. ഇനി ടെക്നിക്കൽ അനാലിസിസ്. നിലവിലെ വില 44.41. ഒരു വർഷത്തെ ഏറ്റവും കുറഞ്ഞ വില 34, കൂടിയത് 58. മാർക്കറ്റ് ക്യാപിറ്റൽ 8,800 കോടിയാണ്. വോളിയം ശരാശരിയേക്കാൾ ഉയർന്നു നിൽക്കുന്നതാണ്. ട്രെൻഡ് ഇൻഡിക്കേറ്റേഴ്സ് എന്തെന്ന് നോക്കാവുന്നതാണ്. 200 ദിവസത്തെ മൂവിങ് ആവറേജ് 42.50. 50 ദിവസത്തെ മൂവിങ് ആവറേജ് 45.60. RSI 14 ദിവസത്തെ RSI 52. ഇതൊരു ന്യൂട്രൽ സോണിൽ കൂടെയാണ് പോകുന്നത്. സപ്പോർട്ട് 42. 42 കഴിഞ്ഞാൽ പിന്നെ 38 പോകും, താഴോട്ട് പോകും സപ്പോർട്ട്. റെസിസ്റ്റൻസ് 48. 48 കട്ട് ചെയ്താൽ 52 പോകും, അങ്ങനെ സാധ്യതയുണ്ട്. ഈ ചാർട്ടിൻ്റെ വിശകലനം ചെയ്ത് നോക്കിയാൽ വില ഇപ്പോൾ കൺസോൾട്ടേഷൻ നിലയിലാണ് പോകുന്നത്. സിമെട്രിക്കൽ ട്രയാങ്കുലർ പാറ്റേൺ രൂപപ്പെടുന്നുണ്ട്. ഉടൻ വലിയ മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്. എന്നാലും വോളിയം കുറയുന്നുണ്ട്. വലിയ മൂവ്മെൻറ്റിന് ഉള്ള അടയാളമായിട്ട് വേണം വോളിയത്തിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷനെ കാണേണ്ടത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ അനാലിസിസ് ചെയ്ത് ഒരു വെർഡിക്റ്റ് എങ്ങനെ വരും നോക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ
വെർഡിക്റ്റ് നോക്കാം. അനാലിസിസ് വെർഡിക്റ്റ് ഫണ്ടമെൻ്റൽ ശക്തമാണ്. ഇത് വാല്യുവേഷൻ ശരാശരിയാണ്. പിന്നെ പ്രൈസ് ഏണിംഗ് റേഷ്യോ 7 മുതൽ 9x വരെയാണ്. ടെക്നിക്കൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ ബുള്ളിഷുമാണ് ടെക്നിക്കൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. റിസ്ക് ലെവൽ മോഡറേറ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ NBA വാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ റിസ്ക് ലെവൽ മോഡറേറ്റ് ആണ്. ലോങ് ടേം വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്. ഒരു ദീർഘകാല നിക്ഷേപത്തിന് ബെറ്ററാണ്. ചുരുക്കത്തിൽ ഫണ്ടമെൻ്റൽ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാല നിക്ഷേപത്തിനുള്ള സാധ്യതയുണ്ട്. ലാഭത്തിൽ താൽക്കാലികമായ ഇടിവുണ്ടായിരുന്നെങ്കിലും ആസ്തി ഗുണനിലവാരവും മൂലധന ശേഷിയും മികച്ചതാണ്. ടെക്നിക്കൽ വിശകലന പ്രകാരം വില സ്ഥിരത കാണിക്കുന്നതിനാൽ വില കുറയുമ്പോൾ നിക്ഷേപിക്കാനോ വില കുറയുമ്പോൾ വില ഓരോ ഇതിലും ഇടിഞ്ഞ് താഴോട്ട് വരുന്ന ഒരു ഇടിവുണ്ടായാൽ അപ്പോൾ നിക്ഷേപം ആരംഭിക്കാനോ ഇപ്പോഴുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കാനോ അനുയോജ്യമാണ്.